ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായൈ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ അനിൽ അങ്കിൾ, മറ്റു സാരഥികൾ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നവരാത്രി ദിനത്തോടനുബന്ധിച്ചു ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ജനനി നവരത്ന മഞ്ജരി വിചിന്തനം യജ്ഞത്തിൽ എനിക്കും പങ്കാളിയായും കഴിഞ്ഞു. അറിവിൻ്റെ ദേവതയായ, അതായത് വിദ്യാദേവതയായ ശാരദാംബയെക്കുറിച്ച് ഒരു മന്ത്രവിശകലനം നടത്തുന്നതിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ എനിക്ക് ലഭിച്ചത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം തന്നെ തോന്നുന്നു. ഈശ്വരനെ മാതൃരൂപത്തിൽ ആരാധിക്കുന്ന ദിവസങ്ങളാണ് നവരാത്രി കാലം. ഈ ദിനങ്ങളിൽ അമ്മയെ 3 ഭാവങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നു. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നിവയാണ് ഈ 3 ഭാവങ്ങൾ. നമ്മുടെയെല്ലാം ഉള്ളിലുള്ള അന്ധകാരത്തെ അകറ്റി പ്രകാശമയമാക്കുന്ന എന്നതാണ് നവരാത്രി തത്വം. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് നവരാത്രിയിൽ ദേവീ പൂജയിലൂടെ ഒരു ഭക്തൻ നേടിയെടുക്കുന്നു. കുഞ്ഞുങ്ങളെ അറിവിൻ്റെ ലോകത്തിലേക്ക് ആനയിക്കുന്നത് നവരാത്രി കാലത്താകുന്നു. അതിരറ്റ പ്രേമത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ് ജഗദംബയുടേത്. അതിനാൽ ഈ ആഘോഷത്തിന് വളരെയേറെ പ്രസക്തിയുമുണ്ട്. ആദ്യമായി ഈശ്വരനെ ദർശിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അങ്ങനെയുള്ള ആ ജനനിയുടെ 9 ഭാവങ്ങൾ 9 പദ്യങ്ങളിലൂടെ ഭഗവാൻ ജനനി നവരത്ന മഞ്ജരി എന്ന വേദാന്ത കൃതിയിലൂടെ നമുക്കായി രചിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ട് 7ാം ദിവസമായ ഇന്ന് എനിക്ക് മനനം ചെയ്യാൻ കിട്ടിയിട്ടുള്ള മന്ത്രം 7 ആകുന്നു. മഹാഗുരു സഞ്ചാരകാലത്തിനിടയ്ക്കാണ് വർക്കല ശിവഗിരിയിലെത്തുന്നത്. ആ സമയത്ത് അവിടെ ഒരു താൽക്കാലിക പർണശാല നിർമ്മിച്ചതും പർണശാലയ്ക്കു സമീപം ഭഗവാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെപ്പറ്റി ഒരു കവിത തോന്നുകയുണ്ടായി. ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഭഗവാൻ മറ്റു കൃതികളെല്ലാം രചിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ടാണ് അറിവിൻ്റെ അമ്മ തമ്പുരാട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. കുളി കഴിഞ്ഞു ഭഗവാൻ വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന തൻ്റെ ശിഷ്യനായ ഏറത്തു കൃഷ്ണനാശാനെ കൊണ്ട് ആ കവിത പകർത്തിച്ചത്. ഈ കവിത മഞ്ജരി ഉള്ളിൽ ഉദിച്ച സ്ഥലത്തു തന്നെയാണ് ശാരദാ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എനിക്ക് ഇന്നിവിടെ ചിന്തനം ചെയ്യാൻ ലഭിച്ചിട്ടുള്ള മന്ത്രം 7 ആകുന്നു. മന്ത്രത്തിലേക്ക് കടക്കുന്നു. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെന്നൻപാണുമൗർവിയൊരിരുമ്പാമനന്ദനുര അമ്പാവിയാണു വിജയീ. അമ്പാ തരുന്നു വിജയം പാപപങ്കിലമ അമ്പാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുരകവും ഭാനമാകുമകിലം. ശ്ലോകം ഒരിക്കൽ കൂടി. എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാലിലെഴുമെന്നൻപാണുമൗർവിയൊരിരുമ്പാമനന്ദനുര അമ്പാവിയാണു വിജയീ. അമ്പാ തരുന്നു വിജയം പാപപങ്കിലമ അമ്പാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ബാനമുലകവും ബാനമാകുമകിലം. ശ്ലോകത്തിന്റെ അന്വയം. എൻ പാപമെയ്വതിന്, എൻ്റെ പാപത്തെ എയ്ത് വീഴ്ത്തുന്നതിന്, അമ്പായിടുന്നറിവ്, അറിവ് അമ്പായി തീരുന്നു, നിൻ പാദതാരിൽ, നിന്റെ കാലാകുന്ന പൂവിൽ, എഴും ഉള്ള, എൻ അൻപാണ്, ഭക്തന്റെ ഭക്തിയാണ്, മൗർവി വില്ലിൻ്റെ ഞാൻ, ഇരുമ്പാം മനം
ഇരുമ്പ് പോലെ യോഗം കൊണ്ട ദാർഢ്യം നേടിയ മനസ്സ്. ധനു, ധനുസ്, വില്ല്, വിജയി, വിജയശീലമുള്ള. അഹംഭാവിയാണ്. ആത്മാവിനെ അഹം എന്നു ധ്യാനിക്കുന്നവനാണ്. അംബ, അമ്മ. തരുന്നു, നൽകുന്നു. പാപപങ്കിലം, പാപപങ്കിലം, പാപമാകുന്ന ചെളി പുതഞ്ഞത്. അഹംഭാനം, ഞാൻ എന്ന തോന്നൽ. വൻഭാരമാർന്ന, വലിയ ഭാരമുള്ള. തനു, ശരീരം. ഭാനമാകും, തോന്നലാകും. ഉലകവും, ലോകവും. അഖിലം, മുഴുവൻ. ഇവിടെ വിശകലനത്തിലേക്ക് കടക്കുമ്പോൾ, അറിവ് എന്നത് ഓരോരുത്തരുടെയും പാപങ്ങളെ എയ്തു വീഴ്ത്തുന്ന അമ്പാകുന്നു. ദേവിയുടെ കാലാകുന്ന പൂവിൽ എനിക്ക് ഉണ്ടാകുന്ന ഭക്തിയാണ് അതിലെ ഞാൻ. വില്ലാകട്ടെ ഇരുമ്പ് പോലെ ഉറച്ച മനസ്സും. ഒരാൾ വിജയശീലനാകുന്നത് അവന്റെ തന്നെ ആത്മാവിനു ധ്യാനം കൊണ്ടാണ്. അതിന് വിജയം തരുന്നത് അമ്മയുമാകുന്നു. അഹം എന്ന ബോധം പാപത്തിന്റെ ചെളിയിൽ പുതഞ്ഞതാകുന്നു. ഞാൻ എന്ന തോന്നൽ വലിയ ഭാരമുള്ള ശരീരമായി തോന്നുകയും ഈ ലോകം മുഴുവനും ഭാരമുള്ളതായി തോന്നുകയും ചെയ്യുന്നു. ഇതിനെയെല്ലാം ലഘൂകരിച്ച് ഞാൻ എന്ന അഹംബോധം വെടിഞ്ഞ് മനസ്സിനെ വില്ലാക്കി, ഇന്ദ്രിയത്തെ ഞാണാക്കി, അറിവിനെ അമ്പാക്കി എഴുവാൻ ശ്രമിച്ചാൽ ബ്രഹ്മത്തിൽ ലയിക്കണം എന്നതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. അക്ഷരരൂപിണിയാണ് ശിവഗിരിയിലെ ശാരദാംബ. എൻ്റെ ഈ വാക്കുകൾ മഹാഗുരുവിൻ്റെയും അറിവിൻ്റെ അമ്മ തമ്പുരാട്ടിയുടെയും കാൽക്കൽ സമർപ്പിച്ചു കൊള്ളുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ.